ഞാൻ മോഹനൻ. എൻ്റെ സ്ഥലം പത്തനംതിട്ട വാഴമുട്ട ഈസ്റ്റിൽ ആണ്. ഞാനും വൈഫും എനിക്ക് 3 മക്കളും. ഞാൻ മസ്കറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. മസ്കറ്റിൽ നല്ല രീതിയിൽ ജീവിത രീതിയൊക്കെ നല്ലതുപോലെ പോകുമായിരുന്നു. നാട്ടിൽ വന്നും അതുപോലെ തന്നെ സന്തോഷവാനായിരുന്നു. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം 4 മണിയോടുകൂടിയൊക്കെ ഒരു നെഞ്ചിന് വേദന വന്നു. അന്നേരത്തെ സാഹചര്യത്തിൽ നമുക്ക് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെറിയ ട്രീറ്റ്മെൻറ്റ് എടുത്തു. അവിടുന്ന് പിന്നെ പരുമല കാർഡിയോളജി ഹോസ്പിറ്റൽ എന്നറിയപ്പെടുന്ന സെൻറ്റ് ഗ്രിഗോറിയോസ് ഹോസ്പിറ്റലിലേക്കാണ് വന്നത്. NK മഹേഷ് ഡോക്ടറെ കണ്ടു. അങ്ങനെ സാറുമായിട്ട് സംസാരിച്ചപ്പോൾ പുതിയ ടെക്നോളജിയായ അലിത്തു പോകുന്ന ആ ഒരു ടെക്നോളജി ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. മക്കൾക്ക് നല്ല താല്പര്യം തോന്നി. ഡോക്ടർ പറഞ്ഞ അഭിപ്രായങ്ങളിൽ വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് സംസാരിച്ച് നല്ല രീതിയിൽ പറഞ്ഞപ്പോൾ ഓപ്പറേഷൻ നടത്തുന്നതിനെക്കുറിച്ച് താല്പര്യം തോന്നി. മകനും മരുമക്കളും എല്ലാവരും അതിനെ സമ്മതിച്ച് അതിലേക്ക് തീരുമാനമെടുക്കുമായിരുന്നു. ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞു. ചികിത്സ കഴിഞ്ഞിട്ട് മരുന്ന് മുടങ്ങാതെ കഴിക്കുന്നുണ്ട്. ചികിത്സയ്ക്ക് ശേഷം ഈ 1.5 വർഷം കൊണ്ട് പഴയ ആ ഒരാരോഗ്യത്തോടു കൂടി തന്നെ ഞാനിപ്പം നന്നായിട്ട് ആരോഗ്യവാനായിട്ടും സന്തോഷമായിട്ടും പോകുന്നു. Person with heavily calcified right coronary artery. So we could dilate the coronary artery. We modified the calcium and dilated the coronary artery. When we got adequate ground preparation, we managed to put in a scaffold. Once the scaffold was put in, we got excellent flows. We also had a distal PDA osteal disease, which is significant. So now I have 2 options, either to put a very small scaffold there, which is not available in the sizes of 2.25 or 2.5. So instead of putting in a scaffold there or putting a metallic stent there and making things worse, we managed to do it with a drug-eluting balloon. So he's got a drug-eluting balloon distally and he's got a proximal long scaffold. And the net result is the 3rd year of follow-up, he's doing extremely well. This is a very important subset, that is heavily calcified vessels with where metallic stent angioplasties are going to be difficult, and the chances of failure of a stent in future is also very high. So in such circumstances also the scaffold plays multiple roles, because once you manage to open the vessel very well, that bed modification has been done adequately, putting in a scaffold makes life very easy. God forbid he goes in for a restenosis or a further extension of the disease or newer disease developing, and he requires more revascularization, which has to be in the form of a bypass surgery. This scaffold makes a bypass surgery grafts much more feasible to the patient. So contrary to the belief that heavily calcified lesions do well with metallic stents, I feel that if you can prepare the bed extremely well, a BRS would be a better solution for a heavily calcified lesion vis-a-vis this thing. Moreover, the BRS will mold to the shape of the calcium nodules which are there or calcium spicules that are there. It will get embedded much better than a metallic stent, which has got its limitation in its moldability. ഈ പറയുന്ന അലിത്തു പോകുന്ന ആ ഒരു ടെക്നോളജി നല്ല ടെക്നോളജിയാണ്. എനിക്ക് ചികിത്സിച്ചതനുസരിച്ച് എൻ്റെ ഭാഗത്തുനിന്നും എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നും നല്ല അഭിപ്രായമാണ്. ഇനി എൻ്റെ ഫ്രണ്ട്സിലായാലും കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതേപോലെ അസുഖം വന്നാൽ ഞാൻ അവരോടും പറയുന്നത് ഇത് തന്നെ, ഈ അലിത്തു പോകുന്ന ആ ഒരു ചികിത്സ ചെയ്യാനേ മാത്രമേ പറയുള്ളൂ. ഇപ്പോൾ എനിക്ക് 66 വയസ്സ് വരെ ആയി. ഞാൻ ഈ 66 വയസ്സ് വരെയും ജീവിച്ച അതേ ജീവിത രീതിയാണ് ഈ ചികിത്സ കഴിഞ്ഞതിന് ശേഷവും എനിക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ ഈ ചികിത്സയിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും. അതിലൊക്കെ ഞാൻ വളരെ വളരെ സന്തോഷത്തിലാണ്. ഇനിയും കുറച്ച് നാളും കൂടി അങ്ങനെ അതേ രീതിയിൽ തന്നെ നല്ല രീതിയിൽ പോകാൻ കഴിയുമെന്നാണ് എൻ്റെയും വിശ്വാസം, ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. അതാണ് എനിക്ക് പറയാനുള്ള, എല്ലാവരോടും പറയാനുള്ള എൻ്റെ അഭിപ്രായം, എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള അഭിപ്രായം.